ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. കൃഷ്ണ വരിക വരിക വരിക, താമര കണ്ണ വരിക വരിക. കൃഷ്ണ വരിക വരിക വരിക, താമര കണ്ണ വരിക വരിക. നന്ദകുമാര സുന്ദരവദന, നിന്മൈ കാൺമാൻ വരിക വരിക. നന്ദകുമാര സുന്ദരവദന, നിന്മൈ കാൺമാൻ വരിക വരിക. കൃഷ്ണ വരിക വരിക വരിക, താമര കണ്ണ വരിക വരിക. നന്ദകുമാര സുന്ദരവദന, നിന്മൈ കാൺമാൻ വരിക വരിക. ശംഖ് ചക്രഗദ പങ്കജകരവം, കിരീടകുണ്ഡല പീതവസനവും, ചന്ദന ചാർത്തും സുന്ദരമുഖവും, നിന്മൈ കാൺമാൻ വരിക വരിക. ശംഖ് ചക്രഗദ പങ്കജകരവം, കിരീടകുണ്ഡല പീതവസനവും, ചന്ദന ചാർത്തും സുന്ദരമുഖവും, നിന്മൈ കാൺമാൻ വരിക വരിക. കൃഷ്ണ വരിക വരിക വരിക, താമര കണ്ണ വരിക വരിക. നന്ദകുമാര സുന്ദരവദന, നിന്മൈ കാൺമാൻ വരിക വരിക. നന്ദകുമാര സുന്ദരവദന, നിന്മൈ കാൺമാൻ വരിക വരിക. നമ്മൾ ഭാഗവതത്തിൽ പ്രഹ്ലാദ ചരിതം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പ്രഹ്ലാദൻ്റെ കൂടെയുള്ള പഠിക്കുന്ന ബാക്കി കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ച്, എനിക്കും നിനക്കും എല്ലാവർക്കും ഒരേ ഗുരുവാണല്ലോ, ആചാര്യൻ ഒന്നാണല്ലോ, പിന്നെ നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ഈ ഉപദേശങ്ങളെല്ലാം? അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അച്ഛൻ തപസ്സിന് പോയപ്പോൾ അമ്മ അവിടെ എന്നെ ഗർഭത്തിൽ അമ്മയുടെ വയറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ യുദ്ധമുണ്ടായപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി. എല്ലാ അസുരന്മാരും പേടിച്ച് ഓടിയപ്പോൾ അവൻ്റെ അമ്മ മാത്രം അവിടെ നിന്ന് ഭയന്ന് നിന്നപ്പോൾ അതായത് നാരദ മഹാമുനി, അതായത് ദേവേന്ദ്രൻ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ നാരദ മഹാമുനി അമ്മയെ പിടിച്ച് അവരുടെ ഗൃഹത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. നാരദ മഹാമുനിയാണ് എനിക്ക് ഉപദേശങ്ങൾ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടന്നു ഞാനതെല്ലാം പഠിച്ചതാണ്. സ്ത്രീ ആയതുകൊണ്ട് ആ അമ്മ സ്വഭാവം, ആ പറഞ്ഞു കൊടുത്തതെല്ലാം മാതാവ് എല്ലാം മറന്നുപോയി. സ്ത്രീ സ്വഭാവം കൊണ്ട് മാതാവിന് അങ്ങത് സാക്ഷാൽ മറന്നുപോയി മഹാമായയാ. അതുകൊണ്ട് അമ്മ ഇതൊക്കെ മറന്നുപോയി. കുഞ്ഞിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തു. ഇതാണ് കാരണം. അങ്ങനെ വേണ്ടുന്നതൊക്കെയും കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുത്ത് പ്രഹ്ലാദൻ. അങ്ങനെ ഈ കുട്ടികളെല്ലാവരും കൂടി ഭഗവാനെ ആരാധന തുടങ്ങി. കൃഷ്ണരാമാദി ജപവും തുടങ്ങിനാർ. അപ്പോൾ എന്ത് വന്നു? വിഷ്ണുഭക്തി ആഹ്ലാദം ആത്മജ്ഞാനാർത്ഥം തെളിഞ്ഞുടൻ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുപോലെയായി. വിഷ്ണുഭക്തിയാ വിളങ്ങിടിനാരേറ്റവും, കൃഷ്ണരാമാദി ജപവും തുടങ്ങിനാർ. അങ്ങനെ എല്ലാവരും കൂടെ ഒത്ത് ഭഗവാനെ ഭജനം തുടങ്ങി. ഏകനാം ബാലനെ ശിക്ഷിച്ചു നിന്ന് അളവാകെ ഒരുപോലെയായി വന്ന കാരണം, പ്രാകൃതന്മാരാം ഉശനസ്തനയന്മാർ ആകുലബുദ്ധ്യാ നടുങ്ങിനാരേറ്റവും. അതായത് ശുക്രാചാര്യരുടെ മക്കൾ തനയന്മാർ ഇതെല്ലാം കണ്ടപ്പോൾ എല്ലാവരും, കുട്ടികളെല്ലാം ഒരുപോലെ ആയി. ഇതിനും മുമ്പേ ആയിരുന്നെങ്കിലോ ഒരു കുട്ടിയെ മാത്രം ശിക്ഷിച്ച് നന്നാക്കിയാൽ മതിയായിരുന്നു, ഈ പ്രഹ്ലാദനെ മാത്രം. ഇപ്പോൾ
പ്രഹ്ലാദൻ എല്ലാവരും കൂടെ പഠിപ്പിച്ച് എല്ലാവരും ഒന്നുപോലെ അങ്ങ് ആയി. അപ്പോൾ ഈ പ്രാകൃതന്മാരാണല്ലോ, ഇവർക്ക് യഥാർത്ഥമൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പ്രാകൃതൻ എന്ന് പറയുന്നത്. അസുരന്മാർക്ക് യഥാർത്ഥ ജ്ഞാനം ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ശുക്രാചാര്യരുടെ മക്കളെല്ലാവരും ആകുല ബുദ്ധിയ, എല്ലാവർക്കും ബുദ്ധിയിൽ വിഷമമുണ്ടായി, ആകുലമുണ്ടായി. എന്നിട്ട് നടുങ്ങിനാരെല്ലാവരും ഇനി എന്ത് ചെയ്യാൻ പറ്റും. അതായത് ഹിരണ്യകശിപു ഇത് അറിയുമ്പോൾ എന്തായി തീരും. ഒരു കുട്ടി തന്നെ ഇങ്ങനെ ആയപ്പോൾ തന്നെ അയാൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്, അജ്ഞാനി. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ പറ്റുന്നത്, അവർ ആകുലമായി നടുങ്ങി. ഏറ്റവും ദാനവാധീശൻ അറിയും പൊഴുതിൽ അജ്ഞാനി കോപിച്ചു ചാടുന്ന അതിൻ മുന്നമേ നമ്മുടെ ദോഷം അല്ലെന്നതു ചെന്നിനി നിർമായമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ വൈകരുതെന്ന് അവരുണ്ടായ അവസ്ഥകൾ ഐകമത്യത്തോട് ചെന്ന് ചൊല്ലിയിടിനാർ. അദ്ദേഹം ഇത് നേരെ തനിയെ അറിയാതെ ഇവർ തന്നെ നേരത്തെ കൂട്ടി വൈകാതെ താമസമില്ലാതെ പെട്ടെന്ന് തന്നെ ചെന്ന് ഈ വിവരം ഈ ഹിരണ്യകശിപനെ അറിയിക്കണം. അങ്ങനെ ഐകമത്യത്തോട് ഇവരെല്ലാവരോടും ചെന്ന് ഇത് അയാളെ അറിയിക്കുന്നു. അപ്പോൾ എന്തു പറയുന്നു, കോപിച്ചതു കേട്ടു ദാനവാധീശ്വരൻ താപിച്ച് അകം നൊന്തു വേവിച്ചെഴുന്നുടൻ ചാടി പുറപ്പെട്ടു പുത്രനെ അങ്ങ് അൻപോട് വിളിപ്പിച്ചു മുമ്പിൽ നിർത്തിച്ചൊന്നാൻ. അയാളങ്ങനെ ഈ കാര്യമെല്ലാം ഈ ഗുരുക്കന്മാർ ചെന്ന് അസുരനെ അറിയിച്ചു. അപ്പോൾ അയാൾ എന്ത് വന്നു, കോപിച്ച്, ദാനവാധീശ്വരൻ കോപിച്ച് താപിച്ച് ദേഷ്യം അങ്ങേ അറ്റം വന്ന് ചൂട് പിടിച്ചിട്ട് നൊന്ത് വേപിച്ച് എഴുന്നുടൻ അയാൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചാടി പുറപ്പെട്ട് പുത്രനെ വന്നങ്ങ് വിളിപ്പിച്ചിട്ട് അയാളുടെ മുമ്പിൽ വിളിച്ച് നിർത്തിയിട്ട് എന്തു പറയുന്നു, എന്തടോ കശ്മല ദുർബലനായ നീ, എന്തു ബലം കൊണ്ടിവിടെ മമാജ്ഞയും ലംഘിച്ചു നമ്മുടെ ദേശികൻ തന്നെയും ശങ്കിച്ചിരിയാതെ ജാത്യരിയാകിയ പങ്കജനാഭനെ സേവിച്ചു കൊള്ളുന്നു. എൻ്റെ ജാത്യരി അതായത് ശത്രുവായ നാരായണനെ പങ്കജനാഭനെ എന്താ നീ ഇങ്ങനെ സേവിച്ചു കൊള്ളുന്നത്, ആജ്ഞ, എൻ്റെ ആജ്ഞയൊക്കെ ലംഘിച്ചിട്ട് നിന്നോട് നല്ലവണ്ണം ഞാൻ പറഞ്ഞതല്ലേ ആ ശത്രുവായ നാരായണനെ സ്നേഹിക്കണ്ട ഭജിക്കണ്ട എന്നെല്ലാം ഞാൻ നേരത്തെ കുട്ടി പറഞ്ഞിട്ട് നീ ഇപ്പോൾ എൻ്റെ ആജ്ഞ നീ ലംഘിച്ചിട്ട് നീ എന്ത് ബലം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നടത്തുന്നത്, എന്താ ദുർബലനായ നീ കശ്മല, ഇത് നീ ആചാര്യനെ ദേശികനായ നിൻ്റെ ഗുരുവിനെ പോലും നീ നിന്ദിച്ചിട്ട് ശങ്കിച്ചിരിയാതെ നിനക്ക് ലജ്ജയില്ലാതെ ഇങ്ങനെ ഈ ശത്രുവായ പങ്കജനാഭനെ ഇങ്ങനെ സേവിക്കാനുള്ള കാരണം എന്താണ്, നീ ആരുടെ ബലം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, എൻ്റെ ആജ്ഞയൊക്കെ നീ ലംഘിച്ചത് എന്താണെന്ന് അദ്ദേഹം കോപിച്ചു. പങ്കികൾ തന്നിൽ വച്ച് അഗ്രേസരനായ നിൻ കഴുത്തിന്നറുത്തിയിടുന്നതുണ്ടു ഞാൻ. പങ്കികൾ പാപികൾ തന്നിൽ വച്ച് അതിപാപിയായ അഗ്രേസരനായ അത് പാപത്തിലും അതിപാപിയായ നിന്റെ കഴുത്ത് ഞാനെന്ന് അറുക്കുന്നതുണ്ട് എന്നും പറഞ്ഞ് ഞാൻ എൻ കരവാൾ കൊണ്ടതിനില്ല സംശയം. നിൻ കഴുത്തിൽ നിന്ന് അറുത്തിടുന്നതുകൊണ്ട് ഞാൻ എൻ കരവാൾ എൻ്റെ വാളിന്ന് അതിന് യാതൊരു സംശയമില്ല, നിന്റെ കഴുത്ത് ഞാനിപ്പോൾ അറുക്കുന്നതുണ്ട്. എന്നാൽ ഇവിടെ നിൻ ബന്ധുവായുള്ളവൻ നിന്നെ വന്നിങ്ങു രക്ഷിക്കുമെന്നാകിലോ നന്നങ്ങിരിക്കുന്നോൻ അവൻ എന്നോട് കശ്മല നന്നങ്ങിരിക്കുന്നോൻ അവനെന്ന് എന്നോട് കശ്മല ചൊല്ലുന്നു. നീ നിന്റെ നല്ലതായിരിക്കുന്ന നിന്റെ രക്ഷകൻ ബന്ധു, എന്നാൽ ഇവിടെ ഞാൻ നിന്റെ കഴുത്തറുക്കാൻ പോകുന്നു, നിന്റെ ബന്ധുവായുള്ള നിന്നെ രക്ഷിക്കുന്നു കാണട്ടെ, അവൻ എവിടെ ഇരിക്കുന്നു, നന്നങ്ങിരിക്കുന്നോൻ അവൻ എന്ന് അതെന്നോട് കശ്മല നീ എന്നോട് പറയൂ, അവൻ എവിടാ ഇരിക്കുന്നത്, നിന്റെ ബന്ധു നിന്നെ രക്ഷിക്കുന്നവൻ. അതുകൊണ്ട് കശ്മല ചൊല്ലുന്നു നീ എന്നിങ്ങനെ പിതാ കോപിച്ചു ചൊന്നളവ് അന്യൂന ഭക്തിയാ തൊഴുതവൻ ചൊല്ലിനാൻ. അപ്പോഴും കുഞ്ഞിനൊരു മാറ്റമില്ലാതെ സന്തോഷത്തോടെ അയാൾ കോപിച്ചിട്ടും ഈ കുട്ടി തൊഴുത് പറയുന്നു, ഇന്നിങ്ങ് എനിക്കു തന്നെ ഒരു ബന്ധു അല്ല, എനിക്ക് തന്നെ മാത്രമായിട്ട് ഒരു ബന്ധു അല്ല, ഭഗവാൻ എല്ലാവർക്കും ബന്ധുവാണ്. അതാണ് എനിക്ക് തന്നെ ഒരു ബന്ധുവില്ല, ഇന്ദിരാവല്ലഭനായ ജഗന്മയൻ നാനാ ചരാചര ജാതികൾ ഉള്ളിലും നാനാവിധ ആത്മജന്മാണ്ടങ്ങൾ തന്നിലും ഭൂ വാരി വായു അഗ്നിഘാദികൾ തന്നിലും നീവാരരത്ന കനകാദികളിലും സ്ഥൂണ സുഷിര സ്വരൂപാദികളിലും
ഘ്രാണരസസ്പർശനാദ്യങ്ങൾ തന്നിലും കാണായവറ്റിലും കേൾക്കായവറ്റിലും താനായി നിറഞ്ഞു മറഞ്ഞു നിൽക്കും പരൻ താൻ അഖിലാത്മൈക ബന്ധുവാകുന്നത് അദ്ദീന പ്രിയ അനുകൂലം ബലമായതും. എനിക്ക് മാത്രമായിട്ട് ഒരു ബന്ധു ഇല്ല. ഇന്ദിരാവല്ലഭനായ ഭഗവാൻ നാരായണൻ ജഗന്മയൻ എല്ലാവർക്കും നാനാ ചരാചര ജാതികൾ ഉള്ളിലും, അതായത് എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും നാനാവിധ ആത്മജന്മാണ്ടങ്ങൾ തന്നിലും എന്തെല്ലാം രീതിയിലുള്ള ജീവികളുണ്ടോ, അണ്ടങ്ങളുണ്ടോ, അതിലും ജനിക്കാനുള്ളതിനും ഉള്ളിലിരിക്കുന്നതിനും ജനിച്ചതിനും എല്ലാ ചരാചരങ്ങൾക്കും പിന്നെയോ ഭൂവാരി വായു അഗ്നി ഖാദികൾ, അതായത് പഞ്ചഭൂതങ്ങളിലും 5 ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശത്തിലും നീവാര രത്ന കനകാദികളിലും ധാന്യങ്ങളിലും രത്നങ്ങളിലും സ്വർണങ്ങളിലും, അതായത് കനകം, സ്ഥൂണ സുഷിര സ്വരൂപാദികളിലും, അത് തൂണിലും സുഷിരങ്ങളിൽ ഏത് സുഷിരങ്ങളുണ്ടോ, ഏതെല്ലാം സ്വരൂപാദികളുണ്ടോ അതിലും, ഘ്രാണരസസ്പർശനാദ്യങ്ങൾ തന്നിലും, അതായത് ഇന്ദ്രിയങ്ങൾ, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ, നമുക്ക് മൂക്കൊണ്ട് മണക്കുന്ന ഘ്രാണം, നാക്കൊണ്ട് രസം പറയുന്ന രസം, തൊടുന്ന സ്പർശനം, അങ്ങനെ കേൾക്കുന്നത്, എന്തൊക്കെയുണ്ടോ ആ ഇന്ദ്രിയങ്ങളെല്ലാം തന്നിലും, അത് കാണായവറ്റിലും എല്ലാം, അതായത് കാണായവറ്റിലും കേൾക്കായവറ്റിലും എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ മണക്കുന്നതിലും രസം, നാക്കിൻ്റെ രസത്തിലും, പിന്നെ ത്വക്ക് സ്പർശനം, കാണുന്ന കണ്ണിൻ്റെ ഇത് ഇന്ദ്രിയം, കേൾക്കുന്ന ചെവിയുടെ ഇന്ദ്രിയം. അപ്പോൾ കാണരസസ്പർശനാദ്യങ്ങൾ തന്നിലും കാണായവറ്റിലും കേൾക്കായവറ്റിലും നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഇതെല്ലാം, 5 ഇന്ദ്രിയങ്ങൾ. താനായി നിറഞ്ഞു മറഞ്ഞു നിൽക്കും പരൻ താൻ അഖിലാത്മൈക ബന്ധുവാകുന്നത് അദീന പ്രിയാനുകൂലം ബലമായതും. ഇങ്ങനെയുള്ള സർവത്തിലും ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഭഗവാൻ എനിക്ക് മാത്രമുള്ളതല്ല, എൻ്റെ മാത്രം ബന്ധുവല്ല. ഈ ഇന്ദ്രിയങ്ങൾക്കും പഞ്ചഭൂതങ്ങൾക്കും പിന്നെ ഈ ലോകത്തിലുള്ള സർവ്വ നാനാ ചരാചരങ്ങൾക്കും എല്ലാവർക്കും ബന്ധുവായിരിക്കുന്ന ഭഗവാൻ ദീനപ്രിയാനുകൂലം ബലം. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ബലമാണ്. നിനക്ക് ആരാണ് ഇത്ര ബലം തന്നത്? നിനക്കെന്ന് അങ്ങനെ നിനക്ക് ഒറ്റയ്ക്കെന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞു പറഞ്ഞു, എനിക്ക് മാത്രമായിട്ടൊരു ബന്ധുവില്ല, ഒരു രക്ഷകനില്ല. ഈ ലോകത്തുള്ള സർവർക്കും വേണ്ടുന്ന രക്ഷകൻ തന്നെയാണ്. അങ്ങനെയുള്ള ദീനപ്രിയനാണ് എൻ്റെ ബലം. അങ്ങനെ കുട്ടി പറഞ്ഞു കൊടുത്തു. അതായത് ഇദ്ദേഹത്തിനും അത് തന്നെയാണ്. താനല്ലയോ സകലാത്മൈക ബന്ധുവായി സാനന്ദം അൻപോട് പാലിപ്പതൊക്കെയും. അങ്ങനെയുള്ള ഭഗവാൻ താനല്ലയോ ഈ സകലാത്മൈക ബന്ധുവായി സർവാത്മത്തിൻ്റെ എല്ലാ ആത്മാവിൻ്റെയും എത്രമാത്രം ജനങ്ങളോ മൃഗങ്ങളോ പക്ഷിക്ക് എല്ലാവരുടെയും ആത്മൈക ബന്ധുവായി സാനന്ദം അൻപോട് പാലിപ്പതൊക്കെയും സന്തോഷകരമായിട്ട് സർവത്തിനെയും പാലിക്കുന്ന പരമാത്മാവാണ് എൻ്റെയും ബന്ധു. സർവർക്കും അത് ബന്ധുവാകുന്നു ഭഗവാൻ നാരായണൻ. നൂനം എനിക്കും ഭവാനും, അതായത് ഈ ഹിരണ്യകശിപുവാണ് ഭവാൻ. അതായത് എനിക്കെന്ന് പറയുന്നത് പ്രഹ്ലാദനും ഈ ഹിരണ്യകശിപുവിനും ജഗത്രയ സ്ഥാന നിവാസികൾക്കും പുരന്നിയേ മറ്റില്ല ഒരു ബലമെന്നറിഞ്ഞിടുക. വേറെ ആരുമില്ല എനിക്കും താങ്കൾക്ക്, അതായത് ഈ പിതാവിന് ഹിരണ്യകശിപുവിനും ജഗത്രയത്തിലെ എല്ലാ സ്ഥാന നിവാസികൾക്കും, ഈ ജഗത്രയത്തിൽ എന്തൊക്കെ സ്ഥാനങ്ങളിൽ എവിടെല്ലാം നിവാസികളുണ്ടോ അവർക്കെല്ലാവർക്കും ഈ പരമാത്മാവായ നാരായണനാണ് ബലം, അല്ലാതെ മറ്റൊന്നല്ല. മുറ്റും ജഗത്രയാധീശനാകും ഭവാൻ നിത്യം നിഖലൈക ബന്ധുവാം ഈശ്വര അത്യന്ത ശത്രുവെന്നിങ്ങനെ തോന്നിയത് ബുദ്ധിഭ്രമം അതികഷ്ടമാം ആസുരീ ബുദ്ധി അതിനെ ത്യജിച്ചു കളഞ്ഞിനി. അതായത് ഇങ്ങനെയിരിക്കുന്ന ജഗത്തിനെല്ലാം ഈശനായിരിക്കുന്ന പരമാത്മാവായ നാരായണൻ നിത്യവും നിഖിലൈക ബന്ധുവ. അങ്ങനെ നിത്യവും പരമാത്മാവായ ഭഗവാൻ നിഖില ഐക ബന്ധുവായിരിക്കുന്ന ഈശ്വരൻ അത്യന്ത ശത്രു എന്നിങ്ങനെ, ഇത് അത്രമാത്രം ശത്രുവാണെന്നിങ്ങനെ തോന്നിയത് ആർക്കാ തോന്നിയത്? ഹിരണ്യകശിപുവിന്, പിതാവിന് തോന്നിയത് ബുദ്ധിഭ്രമം. താങ്കളുടെ ബുദ്ധിഭ്രമ, പിതാവിൻ്റെ ബുദ്ധിഭ്രമം അതികഷ്ടമാം. എന്നിട്ട് ആസുരീ ബുദ്ധി, ഇതെല്ലാം ആസുരീ ബുദ്ധി കൊണ്ട് അങ്ങനെ ആകുന്നതാണ് ഈ ബുദ്ധിഭ്രമം. യഥാർത്ഥ ജ്ഞാനിയല്ലല്ലോ, അത്രമാത്രം അജ്ഞാനിയാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ആസുരീ സ്വഭാവം. ഈ ആസുരീ സ്വഭാവം എങ്ങനെ മാറാൻ പറ്റും? അസുരന്മാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ.
തമോ ഗുണം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം തോന്നിക്കുന്നത് തങ്ങളുടെ ബുദ്ധിഭ്രമമാണ്. അത് അതികഷ്ടമാം ആസുരീ ബുദ്ധി. അതിനെ എന്ത് ചെയ്യണം? ത്യജിച്ച് കളയണം. അതിനെ നശിപ്പിച്ച് കളയൂ. ആ ബുദ്ധിയെ, ഈ ആസുരീ സ്വഭാവത്തെ മാറ്റിക്കളഞ്ഞിട്ട് ശുദ്ധാത്മനാ സകലം സമീകൃത്യ സൽബുദ്ധ്യ ഭഗവൽ ഭജനം തുടങ്ങുക. അതുകൊണ്ട് ഇതിനെ, ഇങ്ങനെയുള്ള ഈ ബുദ്ധിയെ, ഈ ആസുരീ സ്വഭാവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് ശുദ്ധമായിരിക്കുന്ന ആത്മാവ്, ശുദ്ധാത്മന, അത് അതിഭയങ്കരമായ ഹൃദയശുദ്ധമാണ്. അത് ശുദ്ധാത്മന, ആ ഉള്ളിൽ ശുദ്ധിയാക്കൂ, ഹൃദയത്തെ ശുദ്ധിയാക്കൂ. ശുദ്ധാത്മന എന്നിട്ട് സകലവും സമീകൃത്യ, എല്ലാത്തിലും സമമായി കാണൂ. സർവ്വതും സമമാവൂ. ഞാനെന്നും നീയെന്നും അല്ലാത്ത ഒരവസ്ഥ, എൻ്റേതെന്നും നിൻ്റേതെന്നും ഇല്ലാത്ത അവസ്ഥ. എല്ലാം ഭഗവാൻ തന്നെ ആകുന്നു. ഏകാത്മാവായ പരമാത്മാവിനെ എല്ലാത്തിലും കാണാൻ ദർശിക്കുക, എല്ലാം സമമായി ദർശിക്കുക. എല്ലാത്തിലും ഈശ്വരനാണ്, സർവത്തിൻ്റെയും ബന്ധുവാണ് ഭഗവാൻ, എല്ലാവരുടെയും രക്ഷകനാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ദീനപ്രിയനാണ്, സർവ്വദീനന്മാർക്കും പ്രിയമായി അനുകൂലം ചെയ്യുന്ന അദ്ദേഹമാണ് ബലം. ഈ ശക്തി ഇല്ലാത്തവർക്ക് ശക്തി കൊടുക്കുന്ന ബലവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ എല്ലാത്തിലും ഉൾക്കൊള്ളുക. സമീകൃത്യ, എല്ലാത്തിലും ഈശ്വരനാണെന്ന് കണ്ട് ഈ ആസുരീ ഭാവമൊക്കെ കളയൂ, എല്ലാത്തിനും സമമായി ദർശിക്കൂ. അങ്ങനെ ശുദ്ധാത്മന സകലം സമീകൃത്യ സൽബുദ്ധിയ ഭഗവൽ ഭജനം തുടങ്ങുക. അങ്ങനെ ഭഗവാനെ ഭജിക്കുക. വിശ്വൈകനായകനാം ഭവാൻ എന്നതങ്ങ് അച്ഛനോട് ആത്മജൻ ചൊന്നതു കേട്ടവൻ. ഇങ്ങനെയുള്ള ഭഗവാനെ ഭജിക്കുക. ഇങ്ങനെയുള്ള വിശ്വൈക നായകനാകുന്ന ഭഗവാനെ അങ്ങനെയെല്ലാം ഇത് പറഞ്ഞപ്പോൾ ആര് കേൾക്കുന്നതല്ല? അച്ഛനോട് ഈ കുട്ടി ഈ മകൻ ഇതെല്ലാം പിതാവിനോട് പറഞ്ഞപ്പോൾ കേട്ടു. അയാൾ എന്ത് ചെയ്തു? രക്തം ചിതറും മിഴികളിൽ നിന്ന് അതികർക്കശമാ കനൽക്കട്ട ചാടും വണ്ണം. അയാളുടെ മിഴികളിൽ നിന്ന് ഇത് ഒരു കുട്ടി തൻ്റെ ഉപദേശിച്ച അയാൾ കേൾക്കുമോ? അയാൾക്കുള്ള അസുര സ്വഭാവം പെട്ടെന്നങ്ങ് മാറുന്നതാണോ? അപ്പോൾ അത് ഇങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ ജന്മം എടുത്തതും കൂടാണല്ലോ. അപ്പോൾ എന്ത് വന്നു? രക്തം ചിതറിയയുടെ കണ്ണിൽ കൂടെ കനൽക്കട്ട, കർക്കശമാ കനൽക്കട്ട, അത് കനലായിട്ട് ഇങ്ങനെ ചാടുന്ന വണ്ണം ക്രുദ്ധിച്ചു. ദന്തം കടിച്ചു, പല്ലുകൾ കടിച്ചു, ദംഷ്ട്രങ്ങൾ ഉദ്ധൃത്യ പൊട്ടിച്ചിരിച്ചലരത്തില് ഈ ദംഷ്ട്രങ്ങളൊക്കെ അങ്ങ് വെളിയിൽ ചാടി എടുത്ത് പൊക്കി ഉദ്ധൃത്യ ദന്തമ കടിച്ചു പിടിച്ച് ദേഷിച്ച് ക്രുദ്ധിച്ച് പൊട്ടിച്ചിരിച്ച് അലറി ദ്രുതം. ഭേദം ചെറുതേതുമില്ല സർവേശ്വരൻ ആദിനാഥനാകൂ, ആദിനാഥാനുകൂലം ബലമേവനും. അതുകൊണ്ട് ഇവിടെ ഭഗവാന്, സർവേശ്വരന് ഭേദം ഏതുമേ ചെറുതല്ല, എല്ലാവരിലും ഭേദമില്ല, എല്ലാവരോടും ഭഗവാൻ ഒരുപോലെ തന്നെ, ചെറുതല്ല, ചെറുതേതുമില്ല, ഒരു ഭേദവുമില്ല. സർവേശ്വരൻ ആദിനാഥാനുകൂലം ബലമേവനും. ഭഗവാൻ എല്ലാവർക്കും ബലം കൊടുക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ തന്നെ, ചെറുതോ വലുതോ ഇല്ല, സർവ്വപേരിലും സമമായി തന്നെ ഭഗവാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, ആനുകൂലം കൊടുക്കുന്നു. കേവലം ഇങ്ങനെയുള്ള ജഗന്മയൻ ദേവദേവൻ മമ ശത്രുവെന്ന് ഇങ്ങനെ ഭാവം കലർന്നത് മായാപരവശാൽ. ഇത് ഇത്രമാത്രം ഭഗവാൻ ആദിനാഥൻ, എല്ലാവർക്കും അനുകൂലമായി എല്ലാവർക്കും ബലം കൊടുക്കുന്ന ഭഗവാൻ നാരായണൻ ദേവദേവൻ മമ എൻ്റെ ശത്രുവെന്നിങ്ങനെ ഭാവം കലർന്നത്. എൻ്റെ ശത്രുവാകുന്ന എങ്ങനെയാ? ഭഗവാൻ നാരായണൻ എനിക്കുള്ള ബലമാണ്. ഭഗവാൻ എൻ്റെ ബലമാകുന്ന ഈശ്വരനെ എങ്ങനെയാണ് എൻ്റെ ശത്രുവെന്നിങ്ങനെ പാവം കലർന്ന് മായാപരവശാൽ ഈ കുഞ്ഞിൻ്റെ ശത്രുവാണെന്നിങ്ങനെ പറയാനുള്ള കാരണം, എനിക്ക് ഭഗവാൻ പരമാത്മാവായ നാരായണൻ എൻ്റെ ബലമാണ്, എനിക്ക് ശത്രുവല്ല, എൻ്റെ രക്ഷകനാണ്, എനിക്ക് ദീനപ്രിയനാണ് ഭഗവാൻ. ദീനന്മാരിൽ പ്രിയത്തോടുകൂടി ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുന്നവനാണ്, ബലം കൊടുക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ശത്രുവെന്നിങ്ങനെ, ഈ കുട്ടിയുടെ ശത്രുവെന്നിങ്ങനെ ഭാവം കലർന്ന്, ഇതിങ്ങനെ ഈ ഭാവം കലർന്നുകൊണ്ട് ഈ മായാപരവശാൽ മായ കൊണ്ടാണ് ഇങ്ങനെ തോന്നിക്കുന്നത്. ഏവമുള്ള ആസുരീഭാവം ഒഴിഞ്ഞ് ഇനി ഭാഗവത പ്രിയനായിരുന്ന് അന്വഹം. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ ഭഗവാനെ തന്നെ ഭജിക്കൂ. നിങ്ങളുടെ ഭാവമെല്ലാം ഇത് മായയാണ്. ഏവമുള്ള ഇങ്ങനെയുള്ള ഈ ആസുരീഭാവമെല്ലാം ഒഴിയുക. ആസുരീഭാവം ഇങ്ങനെ കിടക്കുന്ന എന്താ? ഞാനെന്നും നീയെന്നും എൻ്റെതെന്നും എനിക്കെന്നൊക്കെ ഉള്ള ഈ സ്വഭാവം മായയാണ്. ഇതെല്ലാം ഒഴിഞ്ഞു പോകണമെങ്കിൽ ഭഗവാൻ തന്നെ അഭയം എടുത്തെങ്കിൽ മാത്രമേ ഇത് പോവുകയുള്ളൂ. ഉള്ളിൽ ഭഗവാൻ നിറയുമ്പോൾ ഈ ആസുരി സ്വഭാവം മാറും. എൻ്റേതെന്നും എനിക്കെന്നുള്ള ഈ സ്വഭാവം അങ്ങ് മാറിയിട്ട് സർവത്തിനെ സമമായി ദർശിക്കാനുള്ള
സാഹചര്യം ഈശ്വരൻ തരുന്നത് എങ്ങനെയാ? ഭഗവാനെ ഉള്ളിലാകുമ്പോൾ ഭക്തിപൂർവ്വം നമ്മൾ ഭഗവാനെ ഭജിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഈ ആസുരീ സ്വഭാവം എൻ്റെതെന്നും നിൻ്റെതെന്നുള്ള മമത മാറും. അങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും സമമായി കാണാനുള്ള ശേഷി ഉണ്ടാകും. അതുകൊണ്ട് ഉള്ള ആസുരീ ഭാവം ഒഴിഞ്ഞ് ഇനി ഭാഗവത പ്രിയനായിരുന്ന അന്വഹം ആഗമകാതലാം ആദിനാഥൻ പദം ഭക്തിയാ ഭജിപ്പത് അത്യുത്തമമെന്ന്. അതുകൊണ്ട് ആഗമക്കാതലായിരിക്കുന്ന ഭഗവാൻ നാരായൺ ആദിനാഥൻ്റെ പദം ഭഗവാന്റെ പദസേവ ഭക്തിയാ ഭജിപ്പത് അത്യുത്തമമെന്ന് കുട്ടി പറയുന്നു. ഇതാണ് ഭക്തിയാ ഭജിക്കണം. അപ്പോൾ ഈ ആശ്രയ സ്വഭാവം മാറിയിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ, സമമായി കാണാൻ, സമദൃഷ്ടിയാകാനും സമചിത്തതയാകാനും പറ്റും. തൻ പുത്രൻ പറഞ്ഞത് കേട്ട് അസുരേശ്വരൻ പെട്ടെന്ന് വാളുമെടുത്തെഴുന്നേറ്റ് ഉലക് ഒട്ടൊഴിയാതെ നിറഞ്ഞവൻ തൂണിന്മേൽ തൂണിതിൽ നിൽപ്പവൻ വന്നു രക്ഷിക്കണം, ഇത്തരം ദുർഭാഷണം ചെയ്തു നിൽക്കുന്ന നിന്നെ ഞാൻ വെട്ടിക്കളവനെന്ന് ഓടി അടുത്തു തൻ മുഷ്ടി കൊണ്ട് ഒന്ന് കുത്തിയിടിനാൻ തൂണിന്മേൽ. അയാൾക്ക് ഇതെല്ലാം പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. ഭഗവത് ഭക്തനായിരിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവത് ഭക്തി കൊണ്ട് ഭഗവാനെ ആരാധിക്കുക എന്നൊക്കെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നു. സമദൃഷ്ടിയായിട്ട് വരാൻ ഭഗവാനെ ഭക്തിപൂർവ്വം ഭജിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? പുത്രൻ പറഞ്ഞപ്പോൾ കേട്ട അസുരേശ്വരൻ പെട്ടെന്ന് വാളുമെടുത്തങ്ങ് എഴുന്നേറ്റു. ഉലക് നിന്റെ രക്ഷകൻ ഉലകൊട്ടൊഴിയാതെ നിറഞ്ഞു നിൽക്കുമല്ലയോ. ഈ കുഞ്ഞ് പറഞ്ഞ് ലോകം മുഴുവനും ഭഗവാനാണ് നിറഞ്ഞിരിക്കുന്നത്. സർവ്വ ജീവജാലങ്ങളിലും എല്ലാ ആത്മാവിലും എല്ലാം ഭഗവാൻ നാരായണനാണ്. ഭഗവാൻ ഇങ്ങനെയുള്ള ദീനപ്രിയ എല്ലാവരെയും ബലമാണ്, ദീനന്മാർക്ക് ബലമാകുന്നു. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ബലമാണ്, എനിക്ക് എങ്ങനെ ശത്രുവാകും? അതുകൊണ്ട് അച്ഛൻ പിതാവ് ഒരു കാര്യം ചെയ്ത് എല്ലാ ആസുരീഭാവവും കളഞ്ഞിട്ട് ഭഗവാനെ ഭക്തിയായി ഭജിക്കുക, ഭഗവത് സേവ നടത്തുക. ഇത് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൻ്റെ ഈശ്വരൻ നിൻ്റെ ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഉലക് ഒട്ടൊഴിയാതെ എന്ന് വെച്ചാൽ സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്നതെങ്കിൽ തൂണിൽ, എന്നപ്പോൾ തൂണിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തൂണിതിൽ നിൽപ്പവൻ വന്ന് നിന്നെ രക്ഷിക്കട്ടെ. നമുക്ക് ഈ തൂണിൽ തന്നെ നിൻ്റെ രക്ഷകനാണെങ്കിൽ, എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന രക്ഷകനാണെങ്കിൽ ഈ തൂണിന്മേൽ ഉള്ളവൻ വന്ന് നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് ദുർഭാഷണം ചെയ്ത് നിൽക്കുന്ന നിന്നെ ഞാനെന്നും പറഞ്ഞ് വെട്ടിക്കളവനെന്നോടി അടുത്ത് തൻ മുഷ്ടി കൊണ്ട് ഒന്ന് കുത്തിയിടിനാൻ തൂണിന്മേൽ. ആസുരി സ്വഭാവമുള്ള ആ പിതാവ് ഇത് നിന്നെ രക്ഷിക്കുന്ന തൂണിന്മേൽ നിന്ന് രക്ഷിക്കട്ടെ. നിൻ്റെ പിതാവ് അതായത് നിൻ്റെ രക്ഷകനായ നാഥൻ, ലോകനാഥൻ സർവ്വം നിറഞ്ഞിരിക്കുകയല്ലേ, എന്നാൽ തൂണിന്മേൽ നിന്ന് നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് ഇവൻ മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുത്തു, ഒരു കുത്തു കൊടുത്തു. അങ്ങനെ മുഷ്ടി കൊണ്ടൊന്ന് കുത്തിയിടിനാൻ തൂണിന്മേൽ വട്ടം തിരിഞ്ഞു വിറച്ചിതാ സ്തൂണവും. അപ്പോൾ ഈ സ്തൂണം ഈ വലിയ തൂണാണ്, അത് വട്ടം തിരിഞ്ഞ് ഒരു കറക്കം കറങ്ങിയിട്ട് വിറച്ചിതാ സ്തൂണവും. ആ കുത്തു കൊണ്ടപ്പോൾ ഈ തൂണ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വിറച്ച് എന്ത് ചെയ്തു? പൊട്ടി ഞെരിഞ്ഞമർന്നു തൽ പ്രദേശവും. ആ സ്തൂണം, അതായത് തൂണ് പൊട്ടി ഞെരിഞ്ഞ് അമർന്ന് ഭയങ്കര സൗണ്ടോടുകൂടി ആ പ്രദേശം മൊത്തവും ഭയങ്കര സൗണ്ടോടുകൂടി തന്നെ അമർന്നു. അത്രമാത്രം ഊക്ക് അവൻ്റെ ഇടിയിലുമുണ്ട്, ആ കുത്തിലുമുണ്ട്. അപ്പോൾ അതിനകത്തിരിക്കുന്ന ആരാ? അത് പൊട്ടിഞ്ഞെരിഞ്ഞ് ഇറങ്ങുന്നത് എവിടെ നിന്ന്? അത്രമാത്രം അതിഭയാനകമായല്ലയോ ഭഗവാൻ അതിലുള്ളത്. നമുക്കത് ഇനി അടുത്ത ദിവസം വായിക്കാം. അതിലാരാ ഇരിക്കുന്നത്? ഭഗവാൻ നൃസിംഹ അവതാരമായിട്ട് ഭഗവാൻ നാരായണൻ നിന്നെ ഈ തൂണിലൊക്കെ, നിനക്ക് ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നതാണ് നിൻ്റെ രക്ഷകനെങ്കിൽ ഈ തൂണിൽ നിന്ന് ആ രക്ഷകൻ നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ തൂണിൽ കുത്തിയത്. അപ്പോൾ തൂണ് പൊട്ടി ഞെരിഞ്ഞ് അമർന്ന് ആ പ്രദേശം മൊത്തവും കിടുകിടാ വിറച്ചു. ആ തൂണും ഒന്ന് കറങ്ങിത്തിരി അവിടെ ഞെരിഞ്ഞമർന്നു. നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ ബാക്കി വായിക്കാം. ഭഗവാൻ ഇങ്ങനെ അവതരിക്കുന്നതാണല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.